ആദ്യമായി പറയട്ടെ, ഇവരുള്ള സ്റ്റഡീസിന് ഈ കാലഘട്ടത്തിൽ പ്രധാന നേരിടുന്നു. കാരണം നമ്മുടെ പൊതു സംരക്ഷിക്കുക എന്ന് പറയുന്നത്, കോമൺസ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോകമെമ്പാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റിവർ ബാങ്ക്സ്, നദിയുടെ തീരപ്രദേശങ്ങൾ, അതുപോലെ അതിൻ്റെ അകത്ത് ഏറ്റവും ലോലമായിരിക്കുന്ന, പ്രജായിലായിരിക്കുന്ന പ്രദേശങ്ങൾ, ഇതിൻ്റെ മണ്ണൊലിച്ചിൽ കൂടുതലുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഒരുപക്ഷെ പഞ്ചായത്തുകളും, അപ്പർ റിക്കവറിയൻ പഞ്ചായത്തുകളും ലോവർ റിക്കവറിയൻ പഞ്ചായത്തുകളും ഇത് തമ്മിലൊക്കെ ഈ റിസോഴ്സ് എങ്ങനെ പങ്കുവയ്ക്കുന്നു എന്ന കാര്യത്തിലൊക്കെ വിശദമായ ചർച്ചകൾ നടത്തുന്നതായിട്ടുണ്ട്. കാരണം പലപ്പോഴും അപ്പർ റിക്കവറിയൻ പഞ്ചായത്തിൽ നിന്നാണ് സാൻഡ് ഒഴുകി ഇല്ലാത്തതായ ആ റിപ്പോർട്ടിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഒരുപക്ഷെ ഈ റിവർ ബാങ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവരെടുക്കേണ്ട സമീപനം ഒക്കെ വളരെ നിർണായകമാണ്. പൊതുവെ പറയുന്നത് പങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെ ഉള്ള പ്രദേശങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമസഭകൾ വഴി പൊതു സ്വത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായി തീർന്നിരിക്കും. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പക്ഷേ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അതിശക്തമായ വിധം ഉപയോഗിച്ച് മാത്രമാണ് ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നത്. ജനകീയ ഇടപെടലുകൾ പലതും എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, പരാജയപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നത്. പക്ഷെ ലോകമെമ്പാടും എല്ലാവരും പറയുന്നത് പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഈ പൊതുസ്വത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ക്യൂരിയസ് അതുകൊണ്ട് ഈ പ്രസന്റേഷന് ശേഷം എല്ലാവർക്കും നമസ്കാരം. റംസാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പ്രസന്റേഷനെ കുറിച്ച് ക്യൂരിയസ് ആണ്. ആമുഖത്തില് നമ്മുടെ സ്രോതസ്സുകൾ അതിൻ്റെ അവസ്ഥ, നമ്മുടെ ജലവിഭവം, നമ്മുടെ നദികൾ നേരിടുന്ന ഭീഷണികൾ, പ്രകൃതിദത്തമായതുകൊണ്ട്, മനുഷ്യൻ വരുത്തി വെച്ചതുകൊണ്ട്, മലിനീകരണമുണ്ട്, മണലൂറ്റുണ്ട്. അപ്പം ഈ വിഷയത്തെ സമഗ്രമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പഠനം. പ്രത്യേകിച്ച് ഈ മീനച്ചിൽ നദി എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ജില്ല സ്രോതസ്സാണ്. സൂചിപ്പിച്ച 76 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒഴുകി നമ്മുടെ ജൈവവൈവിധ്യങ്ങളെയൊക്കെ സംരക്ഷിച്ച് ജലവിഭവത്തിൻ്റെ ഒരു നല്ല സ്രോതസ്സായിരുന്ന ആ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനാണ് പഠനം ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു പൊതുവായ വിഭവം, അത് കടന്നു പോകുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതിൻ്റെ പഠനഘട്ടം എന്നിവയെക്കുറിച്ചുള്ള പറയുക. ഇനി ഇതിനെക്കുറിച്ച് രണ്ടായിട്ട് നോക്കുമ്പോൾ നദീതീരങ്ങൾ, ഉത്ഭവം മുതൽ ഇതിൻ്റെ പഠനഘട്ടം വരെയുള്ള നദിയുടെ ഇരുവശങ്ങളിലുമുള്ള തീരം, ആ തീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവിടെ സംഭവിച്ചിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, അതൊന്ന് കണ്ടത്, എന്താണ് കണ്ടത്, അതിൻ്റെ ഇത് പഠനം.
പിന്നെ ഇവിടെ ജോൺസാർ സൂചിപ്പിച്ചതുപോലെ സുസ്ഥിരമായ വികസനത്തിന് ഈ ജലസ്രോതസ്സുകൾ നൽകുന്ന പങ്കുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ഒരു പഠനത്തിന്റെ ആവശ്യകതയിലേക്ക്. അങ്ങനെ റിവർ മാനേജ്മെന്റിലേക്കുള്ള നീക്കത്തിലാണ്. റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ടായി, സർക്കാർ അതിനു വേണ്ടി സവിശേഷ ശ്രദ്ധ കൊടുത്തു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ അതിനുവേണ്ടി ഒരു പഠനത്തിന് വേണ്ടി റിവർ ബാങ്ക് മാപ്പിങ്ങിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായപ്പോഴാണ് ഇതിനുള്ള അനുമതി നൽകിയത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പഠനത്തിലേക്ക് നമ്മൾ നീങ്ങിയത്. അതിന്റെ പഠനഘട്ടത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു അവസ്ഥയിൽ 46 കിലോമീറ്റർ വരെ മാത്രമാണ് ഈ പഠനത്തിന് വേണ്ടി എടുത്തത്. അങ്ങനെ ആ മധ്യപ്രദേശത്തിലും ലോ ലാൻഡിലുമുള്ള അവസ്ഥകളാണ് നമ്മൾ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് എടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ പഠനം നടത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ, നദിയുടെ മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് ഓരോ 100 മീറ്റർ അകലത്തിലുള്ള അവസ്ഥ. നദീ തീരത്തെ കുറിച്ച് നോക്കുമ്പോൾ നദിയുടെ മധ്യത്തിൽ 100 മീറ്റർ വീതം 2 വശങ്ങളിലേക്ക് നോക്കി അത് കടക്ഷണൽ മാപ്പാക്കി മാറ്റിയ. പിന്നെ അതിന്റെ ഓരോ ഫീച്ചേഴ്സ് ഇത് നോക്കുമ്പോൾ ഇരുവശങ്ങളിലും പ്രകൃതിദത്തമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠനവിധേയമാണ്. അത് ഉരുൾപൊട്ടൽ കൊണ്ടാകാം, വേനൽ കൊണ്ടാകാം, മഴയുണ്ടി കൊണ്ടാകാം, പിന്നെ മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട്. അപ്പൊ പ്രകൃതിയും മനുഷ്യനും ഈ നദിയുടെ സുഗമമായ പോക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ 2 വശങ്ങളിലുമുള്ള 100 മീറ്റർ സ്ഥലത്തേക്കുള്ള ഒരു നിരീക്ഷണവും പഠനമാണ് നടന്നത്. പിന്നെ അതിനെക്കുറിച്ചൊരു ചോദ്യാവലി തയ്യാറാക്കി പ്ലോട്ടുകളാക്കി തിരിച്ചു. ഓരോ പ്ലോട്ടിലും പ്രത്യേകം അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അത് മുഴുവൻ ഈ റിപ്പോർട്ടിന്റെ ഓരോ അനുബന്ധ ഘടകങ്ങളായിട്ട് നമ്മൾ മാപ്പുകളാക്കി മാറ്റി. പിന്നെ ഉള്ളത് ഈ തീരത്തിന്റെ ഉപയോഗം. അത് മാൻമെയ്ഡ് മനുഷ്യനിർമ്മിതമായ ഉപഭോഗത്തിന്റെ കാര്യങ്ങളുണ്ട്, അതിന്റെ പ്രകൃതിദത്തമായ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ലാൻഡ് യൂസിനെ കുറിച്ച് പിന്നെ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് അതിന് ഉണ്ടാക്കി അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന്റെ ഉണ്ടാക്കി. അതാണ് നമ്മൾ റിപ്പോർട്ടിന്റെ അനുബന്ധമായിട്ട് ചേർന്നിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഈ തീരദേശത്തെക്കുറിച്ചുള്ള പഠനം ഈ 46 കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മളത് ചെയ്തത്. ഇനി അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് പഠനത്തിന് വിധേയമാക്കിയതെന്നുള്ളതാണ്. ഒന്ന്, ഈ തീരത്തിന്റെ ക്യാരക്ടർ. ക്യാരക്ടർ ഓഫ് ദ റിവർ ബാങ്ക്. ഈ ഇരുവശങ്ങളിൽ നമ്മൾ 100 മീറ്റർ വീതമാണ് നോക്കുമ്പോൾ ആ റിവർ ബാങ്കിന്റെ, നദീ തീരത്തിന്റെ സവിശേഷതകളും ഘടകങ്ങളും നോക്കി. ഈ തീരങ്ങളുള്ള മെറ്റീരിയൽ അത് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അത് ഏതൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്ന പഠന വിധേയമാക്കി. ഇറോഷൻ, മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അത് ഈ പഠന വിധേയമായ അത്രയും ദൂരത്ത് ഇറോഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മണ്ണൊലിപ്പ് മാത്രമല്ല, ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് മണ്ണ് എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടുന്നുണ്ടോ, പുതിയ ലാൻഡ് ഫോർമേഷൻ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, എടുത്തത് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ, അതിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. മണ്ണ് മുഴുവൻ ഒലിച്ചു പോയി പാറകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇവിടെ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചു, വേനൽക്കാലത്ത് വെള്ളമില്ല വന്ന കാലത്ത് ഉരുളൻ കല്ലുകൾ, റോഡുണ്ട്, ഈ താഴെ വരുമ്പോൾ റെയിൽവേ. അപ്പൊ ഈ നദിയായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനിർമ്മിതമായ റോഡുകളും റെയിൽവേയും ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ പോയിട്ടുണ്ട്, ആ കാലങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ലൈൻ റിവർ കോഴ്സ് ഉണ്ട്, സംരക്ഷണ ഭിത്തികളുണ്ട്. പിന്നെ വാട്ടർ ഇൻടേക്ക് പോയിന്റ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ വന്നത് വേസ്റ്റ് വാട്ടർ, മലിനജലം നദിയിലേക്ക് ഒഴുകുക വഴി നദിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഡ്രെയിനേജ് ഡിസ്ചാർജ് വളരെ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ, ആശങ്കയുള്ളവാക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് വന്നു. പൊല്യൂഷൻ. അപ്പൊ ഇത് നദി എങ്ങനെയൊക്കെ നദീജലം മലീമസമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മനുഷ്യബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഈ നദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വിശദമായി ആ റിപ്പോർട്ടിനകത്ത് ചേർന്നു. പിന്നെ കടവുകളുണ്ട്. നേരത്തെ പത്തേവാരികളൊക്കെ പോകുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ പത്തേവാരികളൊന്നുമില്ല. പക്ഷെ ബോട്ട് ലാൻഡിംഗ് സെന്റേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കുക.
പിന്നെ റോഡുകൾ വന്ന് ക്രോസ് ചെയ്ത് പോകും. നമ്മൾ പാലങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു, പക്ഷെ പാലമില്ലാതെ തന്നെ റോഡുകൾ വന്ന് നദീ തീരത്ത് വന്നിട്ട് നദി ക്രോസ് ചെയ്ത് പോകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി. പാലമില്ലാതെ പിന്നെ കടവുകൾ എന്ന് പറയും. കടവുകളുടെ എണ്ണമൊക്കെ നമ്മൾ നോക്കിയിട്ട്, അപ്പൊ കടവുകൾ ഇവിടെ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് മണലൂറ്റ് കേന്ദ്രങ്ങൾ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കടവുകൾ, ചെക്ക് ഡാമുകൾ ഏതൊക്കെയുണ്ട്, സെറ്റിൽമെന്റുകൾ ഏതൊക്കെയുണ്ട്, ഇതൊക്കെയാണ് മനുഷ്യന്റെ ഇടപെടലിലൂടെ മീനച്ചിൽ നദിയുടെ തീരത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ട് ഇതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നോക്കി അത് ഓരോ സെഗ്മെന്റിലും എടുത്ത് ഓരോ സെഗ്മെന്റിലും ഏതൊക്കെ ഐറ്റം എത്ര എണ്ണം വീതമെന്ന് കൃത്യമായി അതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മളെ ഷീറ്റിനകത്ത് ചേർത്താണ് കൊടുക്കുന്നത്. ലാൻഡ് യൂസ്. ഈ ലാൻഡ് യൂസ് ഈ പറഞ്ഞ പരിധിക്കുള്ളിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ. സെൻട്രലിൽ നിന്ന് 100 മീറ്റർ, ആ 100 മീറ്ററിനുള്ളിൽ ഇത് തീരങ്ങളിലും സെറ്റിൽമെന്റുകൾ എത്ര, വീടിന്റെ എണ്ണമൊക്കെ എടുക്കും. ഏതൊക്കെ തരം കൃഷികളാണ് അവിടെ നടക്കുന്നത്, അഗ്രികൾച്ചർ, അതിന്റെ വിളവുകളുണ്ട്, മിക്സഡ് ട്രീസ്, മിക്സഡ് ക്രോപ്പ്, പ്ലാന്റേഷൻ, കുളങ്ങൾ ഒക്കെ ഈ തീരങ്ങളിൽ ഏതൊക്കെ തരം മണ്ണുകൾ കൊടുത്തിട്ടുണ്ടോ. ഈ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചത്. ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു, ഈ നദീ തീരത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞിട്ട് ആ ഓരോ തീരത്തിലുമുള്ള മറ്റീരിയൽ ഏതാണെന്നും മണ്ണൊലിപ്പിന്റെ വിശേഷങ്ങളും മണ്ണ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥകളും മണ്ണിന്റെ ടൈപ്പും ചെറിയ തീർച്ചാലും ഒക്കെ അതിന്റെ ഒരു മാപ്പുകൾ ഇങ്ങനെ ഓരോ സെക്ഷൻ വെച്ചിട്ട് അതിന്റെ വിശദമായ മാപ്പുകൾ ഈ 46 കിലോമീറ്റർ ദൂരത്തേക്ക് എടുത്ത് പ്രത്യേകം അനുബന്ധമായിട്ട് അതിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളുണ്ട്. ഈ സെറ്റിൽമെന്റ്, ഭവന നിർമ്മാണം, റോഡുകൾ, ഇതെല്ലാം അഗ്രികൾച്ചർ, ഏതൊക്കെ വൃക്ഷങ്ങളുണ്ട്, ഏതൊക്കെ വിളകളുണ്ട്, ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഈ ചെറിയ പ്ലോട്ടുകളാക്കി തിരിച്ച് അതിനകത്ത് ഗ്രാഫുകളാക്കി ചേർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിലോമീറ്റർ 46 കിലോമീറ്റർ പഠനത്തിലാണ്. അതിൽ 11.2 എറോഷന്റെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന് റിപ്പയറിംഗ് വെജിറ്റേഷൻ ആബ്സെൻസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നോ എങ്ങനെയാതൊക്കെ മറന്നു പോയിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഒരു വെജിറ്റേഷൻ ഈ തീരങ്ങളിൽ, ഇരു തീരങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ തീരെ ഇല്ല, നല്ല ചിലപ്പോൾ 1-2 മരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ പുല്ലാണ് കൂടുതൽ. പിന്നെ ഇതെങ്ങനെ ഇത് മാറ്റം വന്നു നോക്കുമ്പോൾ അവിടുത്തെയുള്ള കൃഷി രീതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് കാണുന്നത്. റബ്ബറാണ് കൂടുതൽ, തെങ്ങുണ്ട്, മിക്സഡ് ട്രീസ് ഉണ്ട്. ഈ നദീ തീരങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മനുഷ്യരുടെ ഇടപെടൽ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ആധുനികമായ വിളയുടെ തീരത്ത് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞപ്പോൾ കൃത്യമായി എത്ര കിലോമീറ്റർ കൽക്കെട്ടുകളുണ്ട്, അങ്ങനെ ഒരു കണക്കെടുത്തു. കൽക്കെട്ട് അതൊരു പ്രധാന വിഷയമാണ്. സാറേ, കൽക്കെട്ടിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ നദിയും കനാലും തമ്മിലുള്ള വ്യത്യാസമാണ് സാർ പറഞ്ഞത്. നദിയിൽ ഒരു കാരണവശാലും കൽക്കെട്ട് വരരുത്, ഇതങ്ങനെയാണ് പല സ്ഥലങ്ങളിലും. നമ്മുടെ ഈ സ്റ്റഡിയിൽ അതുള്ള സ്ഥലം എത്രയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഭാഗത്ത് അത് വന്നിട്ടുണ്ട്. അത് പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ആളുകളുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ നദി സംരക്ഷണം എന്ന രീതിയിൽ എത്തണം എന്നാണ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് മറ്റു പലതുമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കോർഡിനേഷൻ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്.